തന്ത്രി കണ്ഠരര് രാജീവര് അകത്തായി. തന്ത്രിയെ സംരക്ഷിക്കാൻ കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും അങ്ങേയറ്റം കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ കുടുക്കി, അല്ലെങ്കിൽ അന്വേഷണം CPM-ന്റെ കേന്ദ്രങ്ങളിൽ എത്താതിരിക്കാൻ തന്ത്രിയെ മനഃപൂർവ്വം ആണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അകത്താക്കിയിരിക്കുന്നത് എന്നൊക്കെ ഒരു വിഭാഗം. സുരേന്ദ്രൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തന്ത്രി എന്താണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പൊട്ടി വീണ ആളാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അതുപോലെ കുമ്മനം രാജശേഖരൻ, BJP-യുടെ അധ്യക്ഷൻ, അവർക്ക് ഒപ്പം തന്നെയാണ്, അല്ലെങ്കിൽ അവർക്കൊപ്പം അവര് പറയുന്നത് അവരുടെ വർഗീയ അജണ്ട വെച്ചിട്ട് അവർക്ക് ഒരു പക്ഷേങ്കിൽ തന്ത്രിയെ സംരക്ഷിച്ച് നിർത്തണം. കാരണം നമുക്കറിയാം, ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ അതിനെ എതിർക്കുകയും ഈ സംഘികൾക്ക്, ഈ വർഗീയവാദികൾക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്തത് തന്ത്രി കണ്ഠരര് രാജീവനാണ്. ഇതേ തന്ത്രി തന്നെ ഒരു സ്ത്രീയെ പൈസ വാങ്ങിയിട്ട് കാശ് വാങ്ങി അവർക്ക് ഗർഭം ഉണ്ടാകുന്നില്ല, മക്കൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെ അകത്ത് കയറ്റിയതും അവരെ അയ്യപ്പ സന്നിധിയിൽ എത്തിച്ചതുമൊക്കെ ഇതേ തന്ത്രിയാണെന്ന് ആ സ്ത്രീ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ സത്യമായിരിക്കെ ഇതൊന്നും സത്യമല്ല, അസത്യമാണ്. ഈ പറയുന്നതൊക്കെ തന്ത്രിക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങളും SIT കണ്ടെത്തിയതുമൊക്കെ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വർഗീയ കക്ഷിയായ BJP-യും സംഘപരിവാർ അജണ്ട പിന്തുടരുന്ന ചില കാളികൂളി സംഘടനകളും ഒക്കെ ശ്രമിക്കും. അതിന് ഒരു തർക്കവുമില്ല, അത് അവരുടെ അജണ്ടയുടെ ഭാഗമാണ്. എന്നാൽ അതേ അജണ്ടയുടെ പിന്നാലെ കോൺഗ്രസ്സുകാർ പോകുന്നതാണ് വലിയ പരിതാപകരം. മുരളീധരനൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ലജ്ജ തോന്നും. ഇവരൊക്കെ ഇത്രയും പരിണിതപ്രജ്ഞരായ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടും രാഷ്ട്രീയ നേതാക്കളായിട്ടും ഒക്കെ രംഗത്ത് നിൽക്കുന്നവരാണല്ലോ. എല്ലാവരും പ്രവർത്തകരായിട്ടാണല്ലോ വന്നത്, പിന്നീടാണല്ലോ നേതാക്കളാകുന്നത്. ചില ആളുകൾ അപ്പന്റെ വഴിയെ തായ് വഴി മാഹാത്മ്യം, തന്തവഴി മാഹാത്മ്യം എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ കടിച്ചു തൂങ്ങിയൊക്കെ പല പ്രസ്ഥാനങ്ങളുടെ നേതൃസ്ഥാനത്ത് എത്താറുണ്ട്. അങ്ങനെ വന്നുപെട്ട ആളുകളും അതുപോലെ വലിയ നേതാക്കളൊക്കെ ഈ തന്ത്രിയെ വെള്ളപൂശി വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന് വ്യക്തമല്ല. തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അത് പറയാനുള്ള ആർജവം ഈ കോൺഗ്രസ് പാർട്ടി നേതാക്കളും കാണിക്കണം. അല്ലാതെ ഈ സംഘപരിവാർ അജണ്ടയുടെ പിന്നാലെ അവർ പോകുന്നതിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വരുന്നു. തന്ത്രിയെ ദൈവതുല്യനായാണല്ലോ എല്ലാവരും കണ്ടിരുന്നത്. അയ്യപ്പ ഭഗവാന് ശേഷം അടുത്ത ആര് എന്ന് ചോദിച്ചാൽ തന്ത്രിയാണ്. ആ തന്ത്രിയെ ഇപ്പോഴ് പല ആളുകൾക്കും വിശ്വാസം വന്നിട്ടില്ല തന്ത്രി ഇത് ചെയ്യുമോ എന്ന്. SIT പലതരം റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടും പലവിധ സത്യാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടും വിശ്വാസമായിട്ടില്ല. ആ വിശ്വാസികളെ ചൂഷണം ചെയ്യാനാണ് കോൺഗ്രസിന്റെ ശ്രമം.